കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായ സംഭവത്തിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളായ പീതാംബരനെയും ഗോകുലിനെയും അനുമതിയോടെയാണ് ഉത്സവത്തിന് കൊണ്ടുവന്നതെങ്കിലും എഴുന്നള്ളിപ്പിൽ ചട്ടങ്ങൾ ലംഘിച്ചെന്നായിരുന്നു വനം വകുപ്പിന്റെ കണ്ടെത്തൽ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക നൽകേണ്ടത് ക്ഷേത്ര ഭാരവാഹികളുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. അപകടം നടന്ന ക്ഷേത്രവും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ പ്രതികരണം. ആ റിപ്പോർട്ടിൽ കാണാൻ കഴിഞ്ഞത് നാട്ടാന പരിപാലന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര ശ്രദ്ധ കാണിച്ചോ എന്ന സംശയം ജില്ലാ ഭരണകൂടവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിയമപരമായി നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും അവർക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക ഉറപ്പാക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. വരും വർഷങ്ങളിൽ എഴുന്നള്ളിപ്പിന് ആനയെ ഒഴിവാക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. മന്ത്രി നിഷ്പക്ഷമായ അന്വേഷണമാണ് പറഞ്ഞിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇത് നമ്മുടെ ഉത്സവമായതിനെ കൊണ്ട് പല കാര്യങ്ങളുണ്ടാവാം, അശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവാം. അത് അന്വേഷണത്തിൽ കൂടി അറിയുള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടെ എന്തായാലും ഞാൻ സഹകരിക്കുന്നുണ്ട്. നഷ്ടപരിഹാരം നമുക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. തന്ത്രസമിതിയിൽ വാഹനം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഇന്ന വാഹനം വേണമെന്ന് പറയുന്നില്ല, ആന വേണമെന്ന് പറയുന്നില്ല. ആന ഒഴിവാക്കുന്നതിലേക്ക് നമുക്ക് വലിയൊരു ചർച്ച, പൊതുജനങ്ങളെ ആദ്യം നമ്മൾ ബോധവൽക്കരിക്കണമല്ലോ. അല്ലാതെ വിശ്വാസികളെ ബോധവൽക്കരിക്കാതെ നമുക്ക് ഒന്നും നടത്താൻ കഴിയില്ലല്ലോ. അതിനിടെ ക്ഷേത്രത്തിന്റെ ആന എഴുന്നള്ളിപ്പിനുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കി ഉത്തരവിറങ്ങി. ADMന്റെ നേതൃത്വത്തിൽ ചേർന്ന നാട്ടാന പരിപാലന ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട് ഒരാഴ്ചക്കാലത്തെ എല്ലാ ആന എഴുന്നള്ളിപ്പുകൾ റദ്ദാക്കാനും ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ഷേത്രങ്ങൾ ആനയെ എഴുന്നള്ളിച്ചാൽ ആനയെ ഉത്സവങ്ങളിൽ നിന്ന് നിരോധിക്കാനും ഉത്തരവുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.